വയനാട് മുണ്ടക്കയിലെ പുനരധിവാസ പദ്ധതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. കൽപ്പറ്റയിലും മേപ്പാടിയിലുമായി 2 ടൗൺഷിപ്പുകൾ നിർമ്മിക്കും. 1000 ചതുരശ്ര അടിയിൽ ഒറ്റനില വീടുകളാണ് പണിയുക. ഊരാളുങ്കൽ സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. പുനരധിവാസം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. വിശദ പഠനത്തിനും മുന്നൊരുക്കങ്ങൾക്കും ശേഷം മുണ്ടക്കൈ ദുരന്തബാധിതരുടെ പുനരധിവാസത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാന സർക്കാർ. മേപ്പാടി പഞ്ചായത്തിലെ നെടുമ്പാല എസ്റ്റേറ്റിലും കൽപ്പറ്റ ടൗണിനോട് ചേർന്ന എൽസ്റ്റോൺ എസ്റ്റേറ്റിലും ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് സർക്കാർ തീരുമാനം. എൽസ്റ്റോണിന്റെ 58 ഏക്കറും നെടുമ്പാല എസ്റ്റേറ്റിന്റെ 48 ഏക്കറും ടൗൺഷിപ്പിനായി ഏറ്റെടുക്കും. ഭൂമിയുടെ വില അടിസ്ഥാനമാക്കി മേപ്പാടിയിൽ 10 സെന്റും കൽപ്പറ്റയിൽ 5 സെന്റുമാണ് അനുവദിക്കുന്നത്. അവിടെ 1000 ചതുരശ്ര അടിയിൽ ഒറ്റനില വീടും പണിയും. ഭാവിയിൽ 2 നില പണിയാവുന്ന തരത്തിലാണ് നിർമ്മാണം. അങ്കണവാടി, സ്കൂൾ, ആശുപത്രി, മാർക്കറ്റ്, പാർക്കിംഗ്, കളിസ്ഥലം എന്നിങ്ങനെ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ടൗൺഷിപ്പാണ് വിഭാവനം ചെയ്യുന്നത്. പദ്ധതി നിർവഹണത്തിന് ദുരന്ത നിവാരണ വകുപ്പിനെ ചുമതലപ്പെടുത്തി. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ഉൾപ്പെട്ട ഉപദേശക സമിതിയും രൂപീകരിക്കും. ഊരാളുങ്കൽ സൊസൈറ്റിക്ക് പദ്ധതിയുടെ നിർമ്മാണ കരാർ നൽകാൻ ശുപാർശ ചെയ്യാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. മേപ്പാടിയിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എല്ലാം നഷ്ടമായവർ, ഇനി അവിടെ ജീവിക്കാൻ കഴിയാത്തവർ എന്നിങ്ങനെ ഗുണഭോക്താക്കളെ 2 ഘട്ടമായി കണക്കാക്കിയാണ് പുനരധിവാസമെങ്കിലും ടൗൺഷിപ്പുകൾ ഒറ്റഘട്ടമായി നടപ്പാക്കും. ടൗൺഷിപ്പിൽ താമസിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് 15 ലക്ഷം രൂപ ധനസഹായം നൽകും. ദുരന്തബാധിതർക്ക് ഉപജീവന മാർഗം കൂടി ഉറപ്പാക്കിയാകും പുനരധിവാസമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിൽപ്പെടുന്ന 4658 പേർ അടങ്ങുന്ന 1084 കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് സർവേ നടത്തി മൈക്രോ പ്ലാൻ തയ്യാറാക്കിയത്. ഭൂമിയുടെ വിലയിൽ വരുന്ന വ്യത്യാസം കണക്കിലെടുത്ത് എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ ഒരു കുടുംബത്തിന് 5 സെന്റും നെടുമ്പാലയിൽ 10 സെന്റുമായിരിക്കും നൽകുക. ദുരന്തമുണ്ടായ സ്ഥലത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദുരന്തബാധിതർക്ക് നഷ്ടപ്പെടാതിരിക്കാനുള്ള നടപടിയും സർക്കാർ എടുക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. പുനരധിവാസത്തിന് സഹായം വാഗ്ദാനം ചെയ്തവരുമായുള്ള മുഖ്യമന്ത്രിയുടെ കൂടിക്കാഴ്ചയും ഇന്നു നടന്നു. 100-ൽ കൂടുതൽ വീടുകൾ വാഗ്ദാനം ചെയ്ത 38 സ്പോൺസർമാരുമായാണ് ചർച്ച നടത്തിയത്. സഹായം വാഗ്ദാനം ചെയ്ത മറ്റു സംഘടനകളും വ്യക്തികളുമായുള്ള കൂടിക്കാഴ്ച വരും ദിവസങ്ങളിൽ നടക്കും. കേന്ദ്ര സർക്കാരിന്റെ സഹായം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിലും അതിനായി കാത്തിരിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കോടതിയും കേരള സർക്കാരും നിരന്തരം ആവശ്യപ്പെട്ടപ്പോഴാണ് ഉന്നതതല കമ്മിറ്റി കൂടി 151 കോടി രൂപ അടിയന്തര സഹായമായി അനുവദിച്ചതെങ്കിലും കേരളത്തിൽ SDRFൽ തുക ലഭ്യമായതിനാൽ അധിക സഹായം നൽകില്ല എന്ന നിലപാടാണ് കേന്ദ്രം സ്വീകരിച്ചത്. ദുരന്തമുണ്ടായി 2 മാസത്തിനുള്ളിൽ ഈ അറിയിപ്പ് ലഭിച്ചിരുന്നെങ്കിൽ UN സ്ഥാപനങ്ങൾ, NGOകൾ എന്നിവരിൽ നിന്നും ചില അധിക സാമൂഹ്യ സഹായം ലഭ്യമാക്കുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ രാജ്യത്തെ മറ്റ് പ്രദേശങ്ങളിലും മേപ്പാടിക്ക് ശേഷം ദുരന്തമുണ്ടായ സാഹചര്യത്തിൽ ഇത് ഇനി എത്ര കണ്ട് ലഭിക്കുമെന്ന് അറിയില്ല. നിർമ്മാണ പ്രവൃത്തികൾ എന്ന് തുടങ്ങണമെന്നതും പദ്ധതി പൂർത്തിയാക്കാനുള്ള കാലാവധിയും 2 ആഴ്ചയ്ക്കകം തീരുമാനിക്കും. ഗുണഭോക്താക്കളുടെ അന്തിമ പട്ടിക ജനുവരി 25-ന് പുറത്തിറക്കാനും സർക്കാർ തീരുമാനിച്ചു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.